ജനഹൃദയം കീഴടക്കിയ സിനിമയാണ് ബേസിൽ ജോസഫ് നായകനായ പൊന്മാൻ. കല്യാണ വീട്ടിൽ വെച്ച് സ്വർണം നഷ്ടമാകുന്ന പി അജേഷ് എന്ന യുവാവിന്റെ കഥ പറയുന്നതാണ് ചിത്രം. പി അജേഷ് എന്ന കഥാപാത്രം 2000-ന്റെ തുടക്കത്തിൽ കൊല്ലത്ത് ജീവിച്ചിരുന്ന ഒരാളാണ് കേട്ടോ. ഈ വ്യക്തിയെ കണ്ടെത്താൻ കൂടി ശ്രമിക്കുകയാണ് പൊന്മാൻ സിനിമയുടെ ടീം. ബേസിൽ അഭിനയിക്കുന്ന കഥാപാത്രത്തിലെ യഥാർത്ഥ വ്യക്തി മുന്നിലെത്തിയാൽ അന്ന് നഷ്ടമായ സ്വർണത്തിന്റെ പണം തിരികെ നൽകാനാണ് പൊന്മാൻ അണിയറ പ്രവർത്തകരുടെ തീരുമാനം. കൊല്ലത്തിൻ്റെ കഥ പറയുന്ന പൊന്മാൻ എന്ന സിനിമ തിയേറ്ററിൽ അതിഗംഭീരമായി പ്രദർശനം തുടരുകയാണ്. അതിൽ പി അജീഷ് എന്ന് പറയുന്ന കഥാപാത്രം, ആ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണമായിരുന്നു. സംവിധായകൻ ജ്യോതിശങ്കർ, പ്രിയപ്പെട്ട എഴുത്തുകാരൻ, ഈ സിനിമയുടെ ഒരു തിരക്കഥാകൃത്ത് കൂടിയായിട്ടുള്ള ഇന്ദുഗോപൻ. ഇപ്പം നമ്മൾ ഈ അജീഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഒരു പേര്, പക്ഷേ ആ ഒരു ആൾ നിങ്ങളുടെ ഇടയിലൊക്കെ ജീവിച്ചിരുന്ന ഒരാളാണ്, നിങ്ങൾ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. എന്താണ് ആ വ്യക്തിയോട് പറയാനുള്ളത്? അതായത് നമ്മുടെ ജീവിതത്തിൽ നടന്നൊരു കഥയാണല്ലോ കൊല്ലത്ത്. അതിനകത്ത് അതേ നടന്നൊരു അനുഭവമാണ്. അത് ഇന്ദുഗോപൻ ചേട്ടൻ 4 ചെറുപ്പക്കാരെന്ന് പറഞ്ഞ നോവൽ ആക്കുന്നു, അത് ഞാൻ പൊന്മാനാക്കുന്നു. അപ്പോൾ അതിൽ അന്ന് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു രാത്രിയിലെ ഒരു കല്യാണത്തിന് പോയി അവിടെ അവർക്ക് പൊന്നിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരിക, അതിനെ നമ്മൾ സഹായിച്ചതാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേടാ എന്ന് പറഞ്ഞ് സഹായിച്ചതാണ്. അപ്പോൾ അന്ന് രാത്രിയിൽ ആ പൊന്നുമായിട്ടൊക്കെ പോകുന്നതൊക്കെയാണല്ലോ കഥയുടെ ഇതിവൃത്തം. അപ്പോൾ അന്ന് ഈ പൊന്നുമായിട്ട് വന്നൊരാളുണ്ടായിരുന്നു. ആ ആളുണ്ടായിരുന്നു. ഞങ്ങളുടെ ചെറിയ അനുഭവം ചേട്ടനോട് പറയുമ്പം ചേട്ടനത് 4 ചെറുപ്പക്കാരാക്കി നമ്മൾ പൊന്മാനാക്കി. ആ ആൾ കൊല്ലത്ത് എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. ആളെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ പി അജേഷ് പൊന്മാൻ ഇത്ര ജനഹൃദയങ്ങളിൽ എത്തി, ജനങ്ങൾ ഏറ്റെടുത്തു. അപ്പോൾ അപ്പോൾ അജേഷിനെ ഒന്ന് കാണാനുള്ള ഒരു സ്പിരിറ്റ്, അപ്പോൾ അത് ഞങ്ങളെല്ലാം പൊന്മാൻ ടീം ബേസിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ടീം പോസ്റ്റ് ഇടുന്നു. നിങ്ങൾ എവിടെ ഉണ്ട്, ഇപ്പോൾ പ്രസ് ക്ലബിലായാലോ അല്ലെങ്കിൽ എവിടെ അയച്ചാൽ നിങ്ങൾ ഒരു കോള് വിളിച്ചാൽ ഞങ്ങൾ നിങ്ങളെ കാണാൻ വരും. അന്ന് നഷ്ടപ്പെട്ട അന്ന് പൊന്ന് നഷ്ടപ്പെട്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. സിനിമയിൽ നമുക്ക് തിരിച്ചു പിടിച്ചു അജേഷ്. ആ ഒറിജിനൽ അജേഷ് നഷ്ടപ്പെട്ട പൊന്നിൻ്റെ പൈസ അല്ലെ പൊന്ന് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് ഗംഭീരമാണ്. പെൺകുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്നുള്ള ഒരു ഇതിനും അന്വേഷണത്തിനും ഞങ്ങൾ ഇതല്ല. പയ്യൻ പേഴ്സണലി വന്നിട്ട് ഞങ്ങൾക്ക് ഇത്രയും രൂപ എന്നത്തെ കഥയിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുണ്ടെങ്കിൽ അതിനെ അവലംബിച്ചൊരു വിജയ ചിത്രം, ഒരു സാമ്പത്തികമായി വിജയിച്ചൊരു ചിത്രം എടുത്ത ഒരാളെന്നുള്ള എന്നുള്ള രീതിയിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ശ്രീ ബേസിലിൻ്റെ നേതൃത്വത്തിൽ പിന്നെ ഈ സ്വർണം അവൻ എത്ര നഷ്ടപ്പെട്ടത്, അന്നത്തെ നഷ്ടപ്പെട്ട തുക തിരിച്ചു കൊടുക്കാവുന്നത് അവർ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന നിങ്ങളുടെ ഈ കഥാപാത്രത്തിൻ്റെ പേര് തന്നെയാണോ യഥാർത്ഥ പേരൊന്നും അറിയില്ല, വേറൊരു പേരുണ്ടാവും, വേറൊരു സ്ഥലത്ത് ജീവിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഈ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകരെ വന്ന് കാണുക. പ്രസ് ക്ലബിലായാലും എവിടെയായാലും, വല്ല പ്രസ് ക്ലബോ എവിടെയായാലും നിങ്ങൾ വരിക, വന്ന് കാണുക. കാര്യം നിങ്ങളെ കാണണം എന്നുള്ള ആഗ്രഹം ഇവർക്ക് മാത്രമല്ല, പ്രേക്ഷകരായ ഞങ്ങൾക്കുണ്ട്. ക്യാമറമാൻ ഷാനാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. ഈ പൊന്മാൻ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു പോകണമെന്ന് തോന്നി കേട്ടോ. കാരണം ഈ കുറേ നാളുകളായി ചില മനുഷ്യർ ചെയ്തൊരു പ്രവൃത്തി കൊണ്ട് കൊല്ലം ജില്ലക്കാരെ ഒന്നാകെ അങ്ങ് നാണം കെടുത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കൊല്ലം എന്ന് പറഞ്ഞാൽ തന്നെ ആ നാട്ടുകാരെല്ലാം വിഷയമാണ് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ അപ്പാടെ മാറ്റിമറിച്ച് കൊല്ലം അങ്ങനെ പ്രശ്നക്കാരായ ആളുകളുടെ ഒരു ഏരിയ ഒന്നും അല്ല എന്നുള്ളത് പൊന്മാൻ ടീം അതിൻ്റെ അവസാനം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പി അജേഷിനെ കുറിച്ചാണ്. അപ്പോൾ കണ്ണൻ നായർ ചേരുന്നുണ്ട് തത്സമയം. കണ്ണൻ, ഏതുവരെയായി അജേഷിനെ കണ്ടെത്താൻ കഴിഞ്ഞു? ദൗത്യമൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? കൊല്ലത്തിൻ്റെ കഥ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. കൊല്ലത്ത് 4-5 ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു കാലത്ത് നടന്ന ഒരു സംഭവം, ആ സംഭവത്തിൽ നിന്നാണ് പൊന്മാൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ത്രെഡുണ്ടാകുന്നത്. അത് പിന്നെ സിനിമയായി മാറുന്നു. അത് 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന ഇന്ദുഗോപൻ്റെ ഒരു നോവലിനെ ആസ്പദമാക്കി സിനിമയാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ ഈ കഥ കൃത്യമായി കൊല്ലത്ത് നടന്നതാണ്. കൊല്ലത്ത് കുറച്ച് ചെറുപ്പക്കാർ, മോദായം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടനയുടെ പ്രവർത്തകരുടെ ഇടയിൽ നടന്ന ഒരു സംഭവമാണ്. അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രം പി അജേഷിനെ അവതരിപ്പിക്കുന്നത് ബേസിൽ ജോസഫാണ്. അതിൽ ഒരു കല്യാണത്തിന് സ്വർണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ തുടർന്നാണ് ഈ കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആ ബേസിൽ ജോസഫ് അഭിനയിച്ച ആ കഥാപാത്രം കൊല്ലത്ത് എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യന് അന്ന് ഒരു ദുരന്തം സംഭവിക്കുകയും ചെയ്തു. പി അജേഷ് എന്നുള്ളൊരു സാങ്കല്പിക പേരാണ്. പക്ഷേ ഈ മനുഷ്യൻ്റെ പേരെന്താണെന്നറിയില്ല, ഇദ്ദേഹം എവിടെയാണ് ജീവിച്ചിരിക്കുന്നതെന്നറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥയാണിത്. അതുകൊണ്ട് തന്നെ ഈ കഥയിലെ കഥാപാത്രം കൃത്യമായി പുറത്തേക്ക് വരണം എന്നുള്ള ആവശ്യമാണ് പൊന്മാൻ സിനിമ അണിയറ പ്രവർത്തകരുടെ എല്ലാം തന്നെ ആവശ്യം. അന്ന് അദ്ദേഹത്തിന് നഷ്ടമായ പണം, സ്വർണത്തിൻ്റെ പണം എത്രയാണോ ആ പണം നൽകാൻ ഈ ടീം തയ്യാറാണ്. ബേസിൽ ജോസഫ് ആയാലും ഇന്ദുഗോപനായാലും അതുപോലെ തന്നെ സംവിധായകൻ ജ്യോതിശങ്കർ ആയാലും അവരെല്ലാവരും, ആ പൊന്മാൻ്റെ ഒരു വലിയ ടീമാണ്, ആ ടീം ഈ പണം നൽകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി അറിയിച്ചിരിക്കുന്നു. അവർക്ക് ഇപ്പോൾ ജ്യോതിശങ്കറിനായാലും മറ്റുള്ള അതിൻ്റെ അണിയറ പ്രവർത്തകർക്കായാലും ഇങ്ങനെയുള്ളൊരു കഥാപാത്രം കൊല്ലത്ത് എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ
അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിവരം ഒന്ന് ധരിപ്പിക്കുക, ഈ ടീമിനെ ധരിപ്പിക്കുക എന്നുള്ളതാണ്. എവിടെയാണോ ആ സ്ഥലത്ത് പോയി കണ്ടോളാമെന്നാണ് എന്നോട് സംസാരിക്കുന്ന സമയത്ത് ഇന്ദുഗോപനും അതുപോലെ തന്നെ ജ്യോതിശങ്കറും ഒക്കെ തന്നെ സംസാരിച്ചത്. എവിടെയെങ്കിലും അദ്ദേഹം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായ ഒരു തെളിവ് നൽകിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പോയി അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കഥയാണിതെന്നുള്ള കാര്യം അദ്ദേഹത്തോട് അറിയിക്കുകയും ചെയ്യാം. മറ്റൊരു കാര്യം കൂടി, ആ സിനിമയിൽ ഉള്ള ഒരു വധുവിൻ്റെ ഒരു സ്ത്രീയുടെ ഒരു ക്യാരക്ടറുണ്ട്. ആ സ്ത്രീയുടെ ക്യാരക്ടർ ആരായാലും അതിനെ ചകഞ്ഞു പോകാൻ തങ്ങൾ തയ്യാറല്ല. ഈ പറയുന്ന PP അജേഷ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ആളെ കാണുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അതിനുവേണ്ട ഒരു സഹായം, എന്തെങ്കിലും സാമ്പത്തിക സഹായം ആവശ്യമാണെങ്കിൽ അത് നൽകാൻ കൂടി തയ്യാറാണ് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് പറയുന്നത്. എന്നാലും എവിടെയെങ്കിലും ഈ PP അജേഷ് എന്ന് പറയുന്ന സാങ്കല്പിക കഥാപാത്രത്തിലെ യഥാർത്ഥ വ്യക്തി ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ, കൊല്ലത്തുകാരനാണെങ്കിൽ കൃത്യമായി നിങ്ങൾ നമ്മൾ എന്തായാലും PP അജേഷിനെ തിരയുകയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ അതൊരു യഥാർത്ഥ പേരായിരിക്കില്ല, ഒരു സാങ്കല്പിക പേരായിരിക്കും. ഇപ്പൊ PP അജേഷ് എന്ന ഒരു കഥാപാത്രം യഥാർത്ഥത്തിൽ ആര് തന്നെ ആയാലും നമ്മൾ മാതൃഭൂമി ന്യൂസിനെ സമീപിക്കുക. നമ്മൾ എന്തായാലും പൊന്മാൻ ടീമിന്റെ അടുത്തേക്ക് നിങ്ങളെ എത്തിക്കുന്നതായിരിക്കും.